രാവിലെ തന്നെ എണീച്ച് എല്ലാവരെയും പറഞ്ഞയച്ചു കഴിഞ്ഞ് ഞാനൊന്ന് കുളിച്ച് വിളക്ക് കൊളുത്താമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഉണ്ടേ. എന്താണെന്നറിയണ്ടേ? ഇന്നെനിക്ക് 30 വയസ്സാവുന്ന ദിവസം, എൻ്റെ പിറന്നാൾ ദിവസം. വീട്ടിലാവുമ്പോൾ രാവിലെ അമ്മയുടെ പിറന്നാൾ വിഷസ് കേൾക്കാനും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് പായസമൊക്കെ വാങ്ങി വരുമ്പോൾ ബാക്കിയുള്ളവരുടെ പിറന്നാൾ വിഷസൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഇവിടെ വന്ന് ഒറ്റയ്ക്കായതിനു ശേഷം ആ സന്തോഷത്തിനൊക്കെ നല്ല കുറവുണ്ട്. അപ്പം അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി രാവിലെ ഞാൻ തന്നെ എണീച്ച് വിളക്കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഒരു സമാധാനം. എൻ്റെ എല്ലാ ആഗ്രഹവും നടത്തി തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഈ ദിവസം തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും ഇവിടെ ഒറ്റയ്ക്കല്ലേ, സോ ലഞ്ചിന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു, ഏട്ടനും ഭൂവിക്കും ഒക്കെ വന്നതിന് ശേഷം. സോ അതിന് വേണ്ടി ഞാൻ റെഡി ആവുക. എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത്, ഒരുപാട് സ്കിന്നിൽ പ്രോബ്ലംസ് ഉള്ള കാരണം ഇപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് വേഗം അത്യാവശ്യം നല്ല മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഇട്ട് വേഗം റെഡി ആയി ഇരിക്കാമെന്ന് വിചാരിച്ചു. ഈ ഡ്രസ്സ് നല്ല ഭംഗിയില്ലേ? ഇതെനിക്ക് ഏട്ടൻ്റെ അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചായിരുന്നു കേട്ടോ, പിറന്നാളിടാൻ വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റായിരുന്നു. നല്ല ഭംഗിയില്ലേ കാണാൻ? ആ പിങ്ക് കളറും ഗോൾഡൻ കളർ പാൻറ്റും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്കത് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ വേഗം ടൈമായി, ഇനി ഞാൻ വേഗം പുറപ്പെടട്ടെ കേട്ടോ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? അടിപൊളിയല്ലേ? പിറന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയായില്ലേ ഞാൻ? ഇനി ഭുവിക്ക് വന്ന ഉച്ചയ്ക്ക് ഞങ്ങളിതാ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഏട്ടൻ പുറത്ത് വന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ പോട്ടെ കേട്ടോ. വേഗം പോയി ഞങ്ങളിതാ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്, ഈസി തിരക്കില്ലാത്ത സ്ഥലത്തേക്ക്. നമ്മളവിടേക്ക് പോയിരിക്കുകയാണ്. നമ്മളവിടെ എത്തി. ഭുവിക്കിൻ്റെ അച്ഛനും വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുക. അവിടെ ചെന്നപ്പോഴാണ് ക്രിസ്മസ് വൈബ്സാണ് എല്ലായിടത്തും. നമുക്കും ക്രിസ്മസിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. അതിനി നിങ്ങൾ വരുന്ന വ്ളോഗിൽ മനസ്സിലാവും എന്താണ് നമുക്ക് ക്രിസ്മസ് ഇത്ര ഇഷ്ടം. അവിടെ എത്തി വേഗം മീൽസൊക്കെ ഓർഡർ ചെയ്തു. എനിക്കൊരു നോർമൽ മീൽസും ഏട്ടനൊരു ഫിഷ് കറി മീൽസൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഭൂവിക്ക് അവിടെ ചെന്ന ഉടനെ മിഠായിയൊക്കെ കണ്ട് അതൊക്കെ വാങ്ങിക്കഴിച്ച് ആകെ എന്താ പറയുക, അവനൊരു മിഠായി കിട്ടിയപ്പോൾ ഒരു സന്തോഷമായി അവന്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇതൊക്കെയാണല്ലോ നമ്മുടെ സദ്യ. നമ്മുടെ വീട്ടിൽ കിട്ടാതെ പുറത്ത് എന്താണോ കിട്ടുന്നത് നമുക്കതാണ് സദ്യ ഇവിടെ. വീട്ടിലാണെങ്കിൽ അമ്മ വെച്ച് തരുന്ന ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ കിട്ടുന്ന വിഭവം വെച്ച് ഞങ്ങൾ സദ്യ കഴിച്ച് ഞങ്ങൾ ഹാപ്പിയായി. ഞാനും ഭൂവിക്കൊക്കെ കഴിച്ച് പായസം കഴിച്ച് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരുപാട് സമയം എടുക്കണ്ടെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ചോറും കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് എൻ്റെ ഈ പിറന്നാൾ സദ്യത ഇതോടെ ഇവിടെ വെച്ച് എൻ്റെ ഇന്നത്തെ പിറന്നാൾ കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഇറങ്ങി. ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.